ഹരേ കൃഷ്ണ. ഗർഗഭാഗവതം അദ്ധ്യായം 32. ഹൃഷ്ടദൈത്യവധം. കേതുമാലം കീഴടക്കിയ ശേഷം പ്രദ്യുമ്നൻ ഭദ്രാശ്വഖണ്ഡത്തിൽ പോയി. അതിൻ്റെ അതിർത്തി പർവ്വതമാണ് ഗന്ധമാദനൻ. സീതാഗംഗ അവിടെ നദിയായി ഒഴുകുന്നുണ്ട്. അവിടെ വേദക്ഷേത്രം എന്ന സ്ഥലത്ത് ഹയഗ്രീവമൂർത്തിയായി ശ്രീഹരി കുടികൊള്ളുന്നു. ഭദ്രശ്രവസ് അവിടെ ഭഗവാനെ പൂജിക്കുന്നു. അദ്ദേഹം പ്രദ്യുമ്നന് പ്രദക്ഷിണം ചെയ്ത് കപ്പം കൊടുത്ത ശേഷം ഹിരണ്യാക്ഷൻ്റെ 9 പുത്രന്മാരിൽ ശംബരൻ്റെ ജ്യേഷ്ഠനായ ശകുനി എന്ന ദുഷ്ടനെ വധിക്കുവാൻ ആവശ്യപ്പെട്ടു. പ്രദ്യുമ്നൻ ശകുനി താമസിക്കുന്ന ചന്ദ്രാവതി നഗരത്തിലേക്ക് പോയി. പ്രദ്യുമ്നൻ്റെ വരവിനെപ്പറ്റി അറിഞ്ഞ ശകുനി യുദ്ധസന്നദ്ധനായി. അനുജനായ ഹൃഷ്ടാസുരൻ്റെ നേതൃത്വത്തിൽ സൈന്യത്തെ അയച്ചു. പ്രദ്യുമ്നൻ തൻ്റെ സൈന്യത്തെ കൊണ്ട് ഗൃധ്രവ്യൂഹം ചമച്ചു. കൊക്കിൻ്റെ സ്ഥാനത്ത് അനിരുദ്ധനും കഴുകൻ്റെ സ്ഥാനത്ത് അർജുനനും പിന്നിൽ സാംബനും ഇരുപാർശ്വങ്ങളിലുമായി ദീപ്തിമാനും ഗദനും ഉദരസ്ഥാനത്ത് പ്രദ്യുമ്നനും പൃച്ഛഭാഗത്ത് ഭാനുവും നിലകൊണ്ടു. യദുവംശരും അസുരന്മാരും തമ്മിൽ അതിഭയങ്കരമായ യുദ്ധമായിരുന്നു അവിടെ നടന്നത്. മിത്രവിന്ദയുടെ പുത്രന്മാരായ വൃകാദികൾ 10 പേരും മുന്നോട്ട് വന്ന് ബാണവർഷങ്ങൾ വർഷിച്ചു. വൃകൻ ഹൃഷ്ടനുമായി പോർ ചെയ്തു. ഹൃഷ്ടൻ വൃകൻ്റെ നേർക്ക് പ്രയോഗിച്ച വാൾ തടഞ്ഞുകൊണ്ട് വൃകൻ തൻ്റെ വാളുകൊണ്ട് ഹൃഷ്ടൻ്റെ കിരീടകുണ്ഡലങ്ങൾ അണിഞ്ഞ ശിരസ് വെട്ടി വീഴ്ത്തി. മറ്റുള്ള അസുരന്മാർ ഓടിയൊളിച്ചു. ദേവന്മാർ വൃകൻ്റെ ശിരസിൽ പൂമഴ പെയ്യിച്ചു. ഹരേ കൃഷ്ണ.